ഒരു കാര്യമില്ലാതെ വെറുതെ അമ്മയുടെ അത് മേടിച്ചു കൂട്ടി. നീ പറഞ്ഞ ശരിയാടാ, ടോണിന്റെ പ്രശ്നമാ. ഞാൻ പറഞ്ഞ ടോൺ വേറെ, അമ്മൂമ്മ കേട്ട ടോൺ വേറെ, അമ്മ മനസ്സിലാക്കിയ ടോൺ വേറെ. ആ ടോണൊക്കെ വേറെ ആണെന്നെങ്കിൽ അടിയുടെ ടോൺ എല്ലാം സെയിം ആയിരുന്നു. പോയിന്റ് കനത്തിന് കിട്ടുകയും ചെയ്തു. എന്ത് രണ്ടുപേരും ഭയങ്കര വിഷമത്തില്? അയ്യോ ഒന്നും ഇല്ലെങ്കിലേ, അമ്മൂമ്മയായിട്ടൊരു ചെറിയ ഉടക്ക്. അമ്മൂമ്മയുടെ നിങ്ങൾക്ക് കിട്ടിയ പ്രശ്നം അമ്മൂമ്മയായിട്ടാണെങ്കിലേ കിട്ടിയത് അമ്മയുടെ നമ്മയായിട്ട് കിട്ടി. അമ്മൂമ്മ അപ്പുറത്ത് എന്നിട്ടേ എന്നെ പറ്റി ഇവരോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പുറത്തേന്ന് എന്ത് പറഞ്ഞെന്ന്? ഞാൻ അമ്മൂമ്മ പറപ്പിക്കുന്നു. എപ്പോ പറഞ്ഞങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഇതാണ്, ഇത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. കറക്റ്റ് ആങ്കളെ, ഞങ്ങളുടെ കാര്യത്തിൽ ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ എന്റെ കാര്യത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഏതായാലും പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ഓക്കെ. നിങ്ങളും ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിയ ഭവാനി അമ്മയെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്ന വല്ലതും പറഞ്ഞാ? അങ്ങനെ പറഞ്ഞാൽ ഈ സാധനത്തിനെ ഞങ്ങൾ ഇവിടെ ഓട്ടിക്കും. ആ അപ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. ഇത് വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇത് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓ, അപ്പോൾ നമുക്ക് ഇത് നേരെ പോയി അങ്ങോട്ട് സോൾവ് ചെയ്യാം. അങ്കിളാണോ സോൾവ് ചെയ്യാൻ പോണേ? അല്ല അല്ല അങ്കിളെ, ഞങ്ങൾക്ക് ഇപ്പം ഈ വീടിന്റെ ഊഞ്ഞാലിൽ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്കിള് പോയി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരും പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാഴക്കാല ജംഗ്ഷനിൽ നിന്നാലും അമ്മ ഓട്ടിക്കും. ഞാനും അത് തന്നെ പപ്പയോട് പറഞ്ഞത്. കറക്റ്റാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല, പിന്നെ ഹൈമയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അല്ല, ആന്റിയെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതെന്ത് ശിവ അങ്ങനെ ഒരു വർത്താനം? നിനക്ക് തന്നെ വിശ്വാസം ഇല്ലേ? അല്ല, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും ചോദിക്കണമല്ലോ. വേണ്ട വേണ്ട, നീ കൂടൊന്നും പറയണ്ട. മോനെ ഉണ്ണിക്കുട്ട, നീ പറയും ആന്റി സോൾവ് ചെയ്ത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്താ ഞാൻ പിന്നെ സോൾവ് ഞാൻ ചെയ്തില്ല. അവരെല്ലാം കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യില്ല. വേണ്ട അങ്ങനെ പറയല്ല ആന്റി. ആന്റിയാ ഉറപ്പാണല്ലോ? ഉറപ്പ്. മാറ്റി പറയും. ഫിക്സ് ആണല്ലോ? ആ ഡൺ ഡൺ. കം ഓൺ. ആ നീലു, നീലു, എന്തേ? നീലു, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അല്ല, ഈ ഭവാനി അമ്മയും ദിയയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. എന്റെ അമ്മയും ദേയും തമ്മിൽ ദേ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഭവാനി അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ എന്നിട്ട് എന്നോട് പറഞ്ഞു, ദിയ മനഃപൂർവ്വം ഭവാനി അമ്മ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം പിന്നെ ഞാനത് അറിഞ്ഞപാട് വന്ന് ചോദിക്കാനുള്ള മര്യാദയില്ലേ, അതാണ് ഞാൻ വന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇവിടെ? എനിക്കും അറിയാൻ പാടില്ല, അത് ചോദിക്കാനാ വന്നത്. ആരാ അമ്മയോട് പറഞ്ഞത്? ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. കണ്ടോ, ഇതുങ്ങൾ മാത്രമല്ലായിരുന്നു, ഈ ചെറുതും ഉണ്ടായിരുന്നു. ഞാനാ? അമ്മ എന്താ കേട്ടത്? എടി, ഞാൻ രാവിലെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ റൂമിനകത്ത് ഇരുന്ന് ചർച്ച ചെയ്യുക. അമ്മൂമ്മ ക്രൂരയാണ്, അമ്മൂമ്മ കൊള്ളരുതാത്തവളാണ്, അമ്മൂമ്മയെ പറവർത്തണം, അമ്മൂമ്മ കണ്ണിച്ചോരയില്ലാത്തവളാണ്, അമ്മൂമ്മ അടിമക്കണ്ണാണ്, അതുകൊണ്ട് അമ്മൂമ്മ ഇവിടുന്ന് പറവർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളോട് ചോദിച്ചു നോക്ക്. അപ്പം ഈ ചെറുത് പറയുവാന്നേ, അമ്മൂമ്മക്കിട്ട് എന്ത് പണിയാ കൊടുക്കാൻ പോന്നേന്ന്. കേശു പറഞ്ഞോണം അങ്ങനെ പറഞ്ഞു കേട്ടോ കേട്ടോ? തന്നെ സത്യം തന്നെ ഞാൻ പറഞ്ഞു. അത് കേട്ടത് ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇനി പ്രോബ്ലം? സത്യമാ? ഒരു മിനിറ്റ് പോരാ. അവനോട് പോയതാ? വെയിറ്റ്, ഈ ബുക്ക് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ആ, ഇതിലെ കഥ അറിയാമല്ലോ. ആ 4 പിള്ളേരും അമ്മൂമ്മയും അതല്ലേ? ഇതിനകത്തെ അമ്മൂമ്മയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്തെ അമ്മൂമ്മയെ കുറിച്ചോ? അതേത് അമ്മൂമ്മ? എന്താ കഥയിൽ അമ്മൂമ്മ ഉണ്ടായി കൂടി? അമ്മൂമ്മ, ഈ കഥയിൽ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയ്ക്കാണ് കണ്ണിച്ചോര ഇല്ലാത്തതും ഭയങ്കര ക്രൂരമായിട്ടുള്ളതൊക്കെ. ആ അമ്മൂമ്മനെ പറപ്പിക്കണ കാര്യമാണ് ഞങ്ങൾ കൂടിയിരുന്ന് പറഞ്ഞത്. ഞങ്ങൾ പാറുവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ചേ എന്നെക്കുറിച്ച് പറഞ്ഞാന്ന്. എനിക്ക് എന്തൊരു തമാശയായി പോയി. രാവിലെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതാണോ തമാശ? എടി, നീ അതങ്ങ് വീട്. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയതാ. രാംകുമാറെ, ഹൈമവതി കൊച്ചൊന്നും ചെയ്തില്ല. എൻ്റെ അറിവില്ല കൊണ്ട് പറ്റും. കഥയുടെ അമ്മൂമ്മയല്ല, ശരിക്കും ഈ അമ്മൂമ്മനെ പറപ്പിക്കുന്നത്.